വേൾഡ് കപ്പിലെ ആദ്യത്തെ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ കളി ജയിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ എതിരാളി ഇന്ന് സൗത്ത് ആഫ്രിക്കയായിരുന്നു. അവരെയാണ് ഇന്ത്യ തോൽപ്പിച്ചിരിക്കുന്നത്. മികച്ച ബാറ്റിംഗ് ആണ് ഇന്ന് ഇന്ത്യ കാഴ്ചവെച്ചത്. ഒരുവിധം എല്ലാ താരങ്ങളും ഫോമായി. ഇന്ത്യ 240 റൺസാണ് അടിച്ചുകൂട്ടിയത്. സെക്കൻഡ് ബാറ്റിംഗിൽ സൗത്ത് ആഫ്രിക്കൻ ടീമിന് ഈ റൺസ് മറികടക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്തത് ഇന്ത്യയായിരുന്നു. ഇന്ത്യക്ക് പുതിയൊരു ഓപ്പണിംഗ് ജോഡിയായിരുന്നു ഇന്ന്. ഇഷാനും അഭിഷേകുമാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. സഞ്ജുവിനെ കളിക്കാൻ അവസരം കിട്ടിയില്ല. സഞ്ജുവിനെ നൈസായിട്ട് ഒഴിവാക്കിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സഞ്ജുവിൻ്റെ ഓപ്പണിംഗ് സ്ഥാനം പോയിരിക്കുകയാണ്. ഇഷാൻ ആകട്ടെ കിട്ടിയ അവസരം കൃത്യമായിട്ട് മുതലാക്കി. ഇഷാൻ ഇന്ന് 20 ബോളിൽ നിന്ന് 53 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഔട്ടാവാതെ കയറിപ്പോയി. ശേഷം വന്നത് മറ്റൊരു സൂപ്പർ താരമായിരുന്നു. അത് തിലക് വർമ്മയായിരുന്നു. തിലക് വന്നതും വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. തിലകിന്റെ കംബാക്ക് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. 19 ബോളിൽ നിന്ന് 45 റൺസാണ് തിലക് ഒറ്റയടിക്ക് അടിച്ചുകൂട്ടിയത്. 3-ാം നമ്പർ തിലക് ഭദ്രമാക്കിയിരിക്കുകയാണ്. പിന്നീട് വന്ന സൂര്യകുമാറും നല്ല ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. 16 ബോളിൽ നിന്ന് 30 റൺസ് സൂര്യ അടിച്ചു. ശേഷം വന്ന അക്സർ പട്ടേൽ ഔട്ടാവാതെ 35 റൺസ് എടുത്തു. പാണ്ഡ്യ ആകട്ടെ 10 ബോളിൽ നിന്ന് 30 റൺസാണ് അടിച്ചുകൂട്ടിയത്. പാണ്ഡ്യയും വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. ഒരുവിധം എല്ലാ താരങ്ങളും മികച്ച കളി കാഴ്ചവെച്ചു. ഇന്ന് ആകെ കൂടി ഔട്ട് ഓഫ് ഫോം ആയത് റിങ്കു സിംഗ് ആയിരുന്നു. 16 റൺസ് മാത്രമേ റിങ്കു ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. സഞ്ജുവിനെ ഓപ്പണിംഗിൽ ഇറക്കാത്തത് കൊണ്ട് സ്റ്റാർട്ടിംഗ് തൊട്ട് ഇന്ത്യ മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. എന്തായാലും T20 വേൾഡ് കപ്പിൽ ഇഷാനും അഭിഷേകും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാനാണ് സാധ്യത. സഞ്ജുവിന് വീണ്ടും സൈഡ് ബെഞ്ചിൽ ഇരിക്കേണ്ടി വരും. അങ്ങനെ ഇന്ത്യ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 240 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ബാറ്റിംഗിൽ സൗത്ത് ആഫ്രിക്കൻ ടീമിനെ ഇന്ത്യയുടെ കൂറ്റൻ സ്കോർ മറികടക്കാൻ സാധിച്ചില്ല. അങ്ങനെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ കളി ജയിച്ചിരിക്കുകയാണ്. വേൾഡ് കപ്പിലെ ആദ്യ സന്നാഹ മത്സരം തന്നെ ഇന്ത്യ തകർത്തടിച്ചു. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.